ഹലോ, നമസ്കാരേ. അപ്പോ സമയം ഇപ്പം 4:15 അല്ലേ? 4:15 അപ്പോ രാവിലെ എണീച്ചു. ഒരു ടൂർ പോകാൻ വേണ്ടിയിട്ടാണ്. കൊടകിലേക്കാണ്. വൺ ഡേ ടൂറാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഹരിതം സ്വയം സഹായ സംഘമുണ്ട്. അപ്പോൾ ഞാനും ആ സംഘത്തിൽ അംഗമാണ്. അപ്പോൾ സംഘത്തിൽ എല്ലാവരും കൂടിയിട്ട് പോകുന്നു. ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. നവലുണ്ട്, വർഷമുണ്ട്, വൈകിയുണ്ട്, ലതിയുണ്ട്. അപ്പോൾ എന്നാ പിന്നെ നേരെ ബസ്സിൻ്റെ അടുത്തേക്ക് പോകാം ആദ്യം. ഓക്കെ എന്നാൽ വാ. അപ്പൊ നമ്മുടെ ബസ് വരുന്നുണ്ട്. കേറിക്കോ. അപ്പോൾ ബസ്സിയുടെ നിർത്തി ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടായിട്ട് എല്ലാ വർഷത്താണ്. അതെ അതെ അതെ. ഇതേതാ സ്ഥലം? ഇത് ചുരം കഴിഞ്ഞതേ ഉള്ളൂ. വാക്കോട്ടം ചുരം കഴിഞ്ഞു അല്ലേ? വാക്കോട്ടം ചുരം കഴിഞ്ഞു. ഒറ്റ ദിവസം വൺ ഡേ ടൂർ. വാ വാ വാ. അമ്മ പോയാ അങ്ങോട്ടേ. നോക്കണേ, വണ്ടി നോക്കണേ. ഇവിടെ ഹോട്ടലുണ്ട്. വേഗം വണ്ടി വണ്ടി വണ്ടി. ഈ ചേട്ടാ എന്താ പറയുന്നു? സ്ഥലം സ്ഥലം ഇതെവിടെ സ്ഥലം? അപ്പൊ നമ്മുടെ സംഘത്തിലെ സെക്രട്ടറി എന്ത് പറയുന്നു? ഇത് സ്ഥലം എന്ന് പറയാം. സ്ഥലം എവിടെ? പെരുമ്പാടി ചെക്ക് പോസ്റ്റ്. അപ്പൊ നമ്മ മേലൊക്കെ പോന്നു അല്ലേ? നമ്മ സാധാ മേലൊക്കെ പോലെ. നവലിന് ചെറിയ ഛർദി വന്നിനി. ഇവരിൽ ഉളി കഴിച്ചിനി. നച്ചുവും ചെറുങ്ങനെ ഛർദിച്ചിനി. തണുപ്പായോണ്ടാന്നല്ലേ? നമ്മൾ ബസ്സാർക്ക് കിടക്കുന്നുണ്ട്. ഹലോ, എന്താ പരിപാടി? ചായ കുടിക്കണ്ടേ? വീട്ടിലെ ഫുഡ് വരുന്ന മുമ്പേ കിട്ടിയിട്ടുണ്ട്. ഫുഡ് എല്ലാവരെയും കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഓരോരാൾ കൊണ്ടുവന്നതാണ്. നമുക്കും കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നും എടുത്തിട്ട നമ്മളുടെ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് ഓരോന്നും. ഇപ്പൊ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നച്ചു അവളിൽ നിന്ന് എന്തോ ക്ഷീണം പോയിട്ടുണ്ട്. പൊറോട്ടയും കടലക്കറി അല്ലേ? രാവിലെ എണീച്ചിട്ടാണ്.
കറി മോശമൊന്നുമില്ല, പൊറോട്ട മോശമില്ല, അല്ലേ. അപ്പൊ ചായയെല്ലാം കുടിച്ചു പോകായി. നെക്സ്റ്റ് കേന്ദ്രത്തിലേക്ക് അല്ലേ? പൊന്നും പൂവും വാരി തൂവി. ചേട്ടാ ഇതേതാ സ്ഥലം അറിയില്ലേ? ആനക്കട്ടി അങ്ങനെയാണോ പറയുന്നത്? ആനേനെ മരിക്കുന്ന സ്ഥലം കുറച്ച് പോകാണ്ട് പറയുന്നുണ്ടായി. അപ്പൊ എല്ലാരും മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് അല്ലേ? നല്ല വെയിലുണ്ട്, നല്ല ചൂടുണ്ട്. ആനേനെ മരിക്കുന്ന സ്ഥലമാണ്. കാട്ടാനേനെല്ലാം മെരുക്കിയെടുക്കുന്ന സ്ഥലമാണ്. ഞാൻ പറയുന്നത് കേട്ടോ, അതെ കണ്ടറിയാം. കുറച്ച് നടക്കാണ്ട് പോകും ഇല്ലപ്പെട്ടാ, കുറച്ച് നടക്കാണ്ട് പോകും. ഇയാളെല്ലാം ഇതിന്റെ ഉള്ളിലുണ്ടാവും. ഉണ്ടാവും. രണ്ട് കുതിര 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 കുതിര. ഇത് ബോട്ട് സർവീസ് ഇതാണ്. ഇതിലെ അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. കൃഷ്ണാട്ട വന്നിനെ, കൃഷ്ണാട്ടാ നിങ്ങൾ എവിടെ വന്നിനെ? ഇതുവരെ വന്നിയാ? ഇന്ന് കുറെ പോകണ്ട. ഇതെന്നാ സംഭവം ശരിക്കും പറഞ്ഞാൽ ആനയെ മരിക്കുന്ന സ്ഥലം അതെയാ? ഇതാ ഒരുപാട് ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്, മലയാളികളുണ്ട്, കർണാടകക്കാരുണ്ട്. നടക്കാൻ തുടങ്ങിയിട്ടില്ല. ചുറ്റും നല്ല രസമുണ്ട്, നല്ല പുഴ അല്ല, നല്ല ഈ നമ്മളെ ആട്ടുമ്പോൾ നല്ല കല്ലുണ്ട് അല്ലേ, കരിക്കിൻ്റെ. അത് പുഴ ഇറങ്ങി നടക്കാണെന്നാണ് പറയുന്നുണ്ട്. നമ്മൾ അവിടെ എത്തണം അത്ര അല്ലേ. ഈ പുഴ കാണുന്നിട്ട് അക്കരെ പോണം. ചേട്ടാ മുന്നോട്ട് നടക്ക. ചെരുപ്പ് വെച്ചാ വെഴുക്കുന്നുണ്ടേ. നാട്ടെ വെഴുക്കണ്ട. കൈപിടിക്കണ്ട, വഴുക്കണ്ടേ, നല്ല വഴുക്കുണ്ട്. നഷോ വൃത്തി നോക്കി നടക്കാനാ. എല്ലാ പുഴ കിടക്കുകയാണ്. കൃഷ്ണാട്ടാ ചെറിയ വഴുക്കുണ്ടല്ലേ? പക്ഷെ നമ്മക്ക് വലിയ പ്രശ്നമില്ല അല്ലേ? ഒറ്റ വഴി മാത്രമേ ഇല്ലൂ, അതാ നക്ഷോ. ഇതുണ്ട്, രസമുണ്ടാ. പുഴ കടക്കല് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ നോക്കണേ. നായി വരുന്നുണ്ടേ. പുഴ കടക്കണമെങ്കിൽ ഒരു 3/4 മണിക്കൂർ സമയം വന്നു. നല്ല വഴുക്കുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കടന്നിട്ടെങ്കിൽ വഴുക്കി വീഴാൻ സാധ്യത കൂടുതലാണ്. പാൻ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കിടക്കുക. അവരെ
ഒരാനെ ആളെ കുളിപ്പിക്കുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മ പുഴ കടന്ന് ഇക്കരെ എത്തി. ഇവിടെയാണ് ആനേനെ മരിക്കുന്ന സ്ഥലം. കയറി നോക്കാം. എല്ലാരും ആയാ കൃഷ്ണട്ടാ? അതല്ലേ കുറച്ച് പണിയാന്നല്ലേ കണക്കില്. 3/4 മണിക്കൂർ ഇങ്ങനെ പോയി അല്ലേ? നോക്കാല്ലേ ഉള്ളിൽ കയറിയിട്ട്. അപ്പൊ ഇവിടെ ഒരു ദേവി വിഗ്രഹമുണ്ട്. ഇതുപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇനി ഉള്ളിലെ കാഴ്ച എന്താണെന്ന് നോക്കട്ടെ. അവരെ ക്ഷണം പിടിച്ചോടാ. ക്ഷണം പിടിച്ചാ. കൃഷ്ണാട്ടൻ ആദ്യം ടൂറിന് വരുന്നതാണ്. കൃഷ്ണാട്ടൻ ഇവിടെ വന്നിട്ടാ അല്ലേ കൃഷ്ണാട്ടൻ? ഇക്കരെ വന്നിട്ടാ. ടിക്കറ്റ് എടുത്തില്ല കൃഷ്ണാട്ടാ? അതെയാ? എത്ര പൈസ? ഒരാൾക്ക് 150 ഒരാൾക്ക് 150. ഇപ്പം അവധി ദിവസം വെക്കേഷൻ ദിവസമായതുകൊണ്ട് 20 അധികം. കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ട് അല്ലേ? കുട്ടികൾക്ക് 3 വയസ്സിന് എന്നാ നമ്മളെല്ലാം ഏകദേശം എല്ലാവർക്കും വേണം അല്ലേ ടിക്കറ്റ്? അപ്പോൾ ഞാനും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് 5 ആൾക്ക് 700 റുപ്യ വാങ്ങിയിട്ടുണ്ട്. 5 ആൾക്ക് 700 റുപ്യ. 3 വയസ്സിന് മേലിൽ എല്ലാ കുട്ടികൾക്കും വേണമല്ലോ. പിന്നെ വെറുതെ എങ്കിലും. പക്ഷെ നല്ല രസമുണ്ട് മേലെ പോവാൻ അല്ലേ? നോക്കട്ടെ മേലെ പോയിട്ട് എന്തുണ്ട് നോക്കട്ടെ. തണുപ്പുണ്ടല്ലോ അല്ലേ? തണുപ്പുണ്ട്. ക്ഷീണം വേണ്ട. അപ്പോൾ ഈ ടിക്കറ്റ് ഇനി ഇവിടെ കാണിക്കാനുണ്ടേ. ഇത് കാണിച്ചാലേ അങ്ങോട്ട് വിടൂല. 5 ആള് 5 നല്ല തണുപ്പുണ്ട് അല്ലേ? നല്ല തണുപ്പുണ്ട് അല്ലേ അതിൻ്റെ ഉള്ളില്? കുറച്ചും വിശ്രമിച്ച് പോവാല്ലേ? ഇത് കാട്ടിൽ ആനയെ പിടിച്ചിട്ട് മരിക്കുന്ന സ്ഥലമാണ്. മരിക്കുന്ന നാട്ടാനയാക്കുന്ന കേട്ടാ. നാട്ടാനയാ ആക്കിയെടുക്കുന്നത്. ആനയെ കണ്ടു. ആനയെ കാണാൻ പോകുന്നു. ഒരു ബോർഡ് ഉണ്ട്. എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാനൊന്നും സമയമില്ല. ഇങ്ങനെ ആനയെ രക്ഷിച്ചിട്ട് ഇവിടെ ഫുഡെല്ലാം കൊടുത്തിട്ട് മരിക്കെടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. ആന ഒരുപാട് ആനയുണ്ട്. എന്താ ആനയെ കണ്ടിട്ടേ? കണ്ടുവാ? കുറെ ആൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെയാണ് അടുത്ത കാഴ്ച. ആനയെ കണ്ടുവാ? രസമുണ്ടാ? ആനയെ കണ്ടില്ലേ? രസമുണ്ടാ? പൂർണ്ണേച്ചി ഇതുണ്ട് രസമുണ്ടാ? രാമേട്ടാ എന്തുണ്ട് ആന? അതെയാ? രസമുണ്ടാ? അതെയാ? കിട്ടാട്ട എന്തുണ്ട്? രസമുണ്ടാ? എന്തുണ്ട് രസമുണ്ടാ? 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 എന്തുണ്ട്? ഇങ്ങോട്ട് വാ. ഓടേന്ന് രസമുണ്ടാ? കാണാൻ രസമുണ്ടാ? അതെയാ? കാണാൻ രസമുണ്ടാ? അത്രേ ഇല്ലു. എന്ത് പറയുന്നു അജേഷേ? സെക്രട്ടറി എന്തുണ്ട്? അതെയാ? മരിക്കുന്ന സ്ഥലം എന്തുണ്ട്? ഒന്നും പറയാനില്ലേ?
ഒരു കൊമ്പനാന ഇങ്ങോട്ട് വരുന്നുണ്ട്. ആനേനെ കാണാത്തവർക്ക് നല്ല രസമാണ്. നല്ലൊരു പുളിമരം. പുളി തന്നെ. അപ്പൊ നമ്മ അവിടുന്ന് ആനയെല്ലാം കണ്ടു. ഇനി ആനപ്പന്തി അല്ലേ? അപ്പൊ ആനപ്പന്തി കാണാൻ പോവുകയാണ്. നമ്മൾ കാട്ടിൽ നിന്നെല്ലാം പിടിച്ചുകൊണ്ടിരുന്ന ആനേനെ ഫസ്റ്റില് പിടിയിട്ടിട്ട് മെരുക്കിയെടുക്കുന്ന സ്ഥലമാണ്. നോക്കട്ടെ. കൊറേ ഉണ്ട് അല്ലേ? വീടിന്ന് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് മെരുക്കിയെടുക്കുക അല്ലേ? രണ്ട് പന്തിയായിട്ടുണ്ട് അല്ലേ? അല്ല അങ്ങോട്ടാ? അതെ, അത് അങ്ങനെയല്ല. ഇതിപ്പം കാട്ടുന്നതിൽ പിടിക്കുന്നില്ലേ ആനേനെ പിടിച്ച ശേഷം ഈടെ ഇട്ടിട്ട് മെരുക്കിയിടും. ഈടെ കുറച്ച് നാൾ ഇടും. ഒരു ഇതായ ശേഷം മാത്രമേ അങ്ങോട്ട് മാറ്റൂലൂ. അത് ആനേനെ സ്വഭാവം നന്നാക്കിയ ശേഷം അല്ലേ മാറ്റി. അങ്ങനെ അതും കണ്ടു. എന്താ ഇവര് ഫോട്ടോ കൂടെ എടുത്തു കൊടുത്തു അല്ലേ? പോവാനായി. അപ്പൊ നമ്മുടെ പുഴ എത്തി. ആന അങ്ങോട്ട് പോകുന്നുണ്ട്. ആനയെ കുളിപ്പിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാം ഈ പുഴ സൈഡ് ഒന്ന് പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്. നോക്കാം. ബോട്ട് കയറുന്നുണ്ടാ? അതെയാ? സർവീസ് അല്ല ഇത്. ഇതിനും നല്ല പൈസ ഉണ്ടാവും അല്ലേ? മൊത്തം പൈസയാണ്. കർണാടക സ്റ്റേറ്റ് ആയതുകൊണ്ട് നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അല്ലേ? ഒരു നിയമം അത് നടപ്പിലാക്കി. ജനങ്ങൾ ഭയങ്കര ഒരുപാട് ആൾക്കാർ നമ്മളെ ഇതിനെക്കാട്ടും നല്ല പുഴയും സൗകര്യങ്ങളും നമ്മളെ അത് ഉപയോഗപ്പെടുത്തുന്ന. കുഞ്ഞാവേ എന്ത് പറയുന്നു? നച്ച കുഞ്ഞാവിനെ തൊട്ട് നോക്കുന്നുണ്ട് അല്ല അച്ചു? മതി. നവലവിടെ ഇരിക്കുന്നുണ്ട്. ക്ഷീണം പിടിച്ചു പോയി. നവലെ ഛർദി വരുമ്പോ പോയി. പാവം. നോക്കാം അങ്ങോട്ട് വീണക്കല്ലേ? പാവ കുഞ്ഞിനെ കൊണ്ടുപോയി കുരങ്ങാക്കി. അപ്പൊ നമ്മ പുഴ കടന്ന് ഇക്കരെ എത്തി. ഞാൻ ചെറുങ്ങനെ വീണു. അശ്വിനെ കൊണ്ട് കടക്കം ചെറുങ്ങനെ വീണു പോയി അല്ല അശ്വു? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. അച്ചു വെള്ളം മധുരം ഉണ്ടാ? എന്താ വേണ്ട നമുക്ക് കൊടുത്തേ വേണ്ട. അശ്വൻ വെള്ളം വേണ്ടെന്നാ പറയുന്നു.